ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വീട്ടിലോട്ടാണോ നീ വീഡിയോയിലോട്ടാണോ ഉദ്ദേശിച്ചത്? രണ്ടും നമ്മുടെ വീടിന്റെ വ്ളോഗല്ലേ ഇത്? വീടും ഷോപ്പും കൂടെ ഒരു ചെറിയൊരു അപ്ഗ്രേഡ് ചെയ്ത കുറച്ച് വീഡിയോസും പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ലല്ലോ, പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ നല്ല രസമില്ല. നമ്മളിപ്പോൾ ഈ താമസിക്കുന്ന വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത് കേട്ടോ. അതാണ് ടോപ്പ്. ഇവിടെ പിന്നെ ഇപ്പോൾ വെള്ളം കെട്ടിയെന്ന് നമ്മളിപ്പോൾ തുറന്നു വിട്ടേയുള്ളൂ കേട്ടോ. ഇത് ഇല വന്ന് വീഴും. എപ്പോഴല്ലേ ഇവിടെ ചിന്നു വിരിക്കാം. 3-4 ദിവസം മഴ അടുപ്പിച്ചായതുകൊണ്ട് കയറില്ല. അപ്പം തുണിയെല്ലാം അകത്ത് തന്നെ ഇടും. ഇന്നിപ്പോൾ ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് തുണി ഇടണം. ഇവിടെ 2 ടാങ്ക് സെറ്റ് ചെയ്ത്, രണ്ടിലും സെയിം ഇത് തന്നെ കേട്ടോ. ഔട്ട്ലൈൻ അതായത് മറ്റേ വാട്ടർ കണക്ഷൻ്റെ തന്നെയാണ്. അത് 2 ഫില്ലാവും. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് ഒരു ദിവസമാണ് നമുക്ക് വെള്ളം ബുദ്ധിമുട്ടുണ്ടായത്. അതിലൊരു ബോൾ വാൽവ് വരും, അത് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ നിറഞ്ഞ് കിടന്നതാണ്. നമ്മളിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദ്ദേശം വെച്ച് നിറച്ചിടുക, അത് ശരിയാക്കണം. അതിനിപ്പോൾ ഇടയ്ക്ക് അനിലേട്ടൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ താഴെ നിന്നുള്ള വ്യൂ കാണിച്ചാൽ ഇതാണ് മേളയിൽ നിന്ന്. സുട്ടിനെ പിടിച്ചോ. ചെടിയൊക്കെ പിടിച്ചു വരുന്നു. ഇതിൻ്റെ നടുന്ന വീഡിയോ വേറെ ഏതെങ്കിലും വീഡിയോയിലായിരിക്കും വരുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ മിക്സായാണ് വരുന്നത്. പിന്നെ എൻ്റെ ഒരു ഇതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഒരു മെയിൻ പോർഷൻ ഇവിടെയാണെന്ന് തോന്നുന്നു. കാരണം ഹൈറ്റുള്ളതല്ല, ഇതുപോലെ ഹൈറ്റുള്ളതിൽ ഇത്രയും വ്യൂ ഉള്ള ഒരു സ്ഥലം. ബാക്കി കാരണം ഇവിടെ അതും ഹൈറ്റുള്ളതാണ്, പക്ഷെ അതിനേക്കാളും ഹൈറ്റ് ഇവിടെ ഉണ്ട്. അതായത് സ്ഥലം ഹൈറ്റ് ഇവിടെ ഉണ്ട്. വീട് ഒരേ ഹൈറ്റ് ആണെങ്കിൽ അങ്ങനെ. പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ബാക്കിലോട്ടൊക്കെ വീടുകളുണ്ടെങ്കിൽ അവർക്ക് പക്ഷേ ഇത്രയും ഒരു വ്യൂ കിട്ടില്ല. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. വണ്ടിയും കൂടെ ഫ്രണ്ടിൽ വരികയായിരുന്നെങ്കിൽ അടിപൊളി സ്പോട്ടായിരുന്നു. 4 വീലർ വരില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിന്. ഇതിപ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കോട്ടോണം ഏരിയയൊക്കെയാണ്. റൈറ്റിലോട്ടുള്ളത് കണ്ണംകുഴി, അമരോള, നെയ്യാറ്റിൻകര. നേരെ കാണുന്നത് ചാക്കോട്ടോണം. ലെഫ്റ്റിലോട്ട് പോകുന്നത് നമ്മുടെ വീടിൻ്റെ മാരായമുട്ടം, ഇരുമ്പിൽ. അങ്ങനെയൊക്കെ നമുക്കിതിൻ്റെ ഈ വയലിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ചാക്കോട്ടോണത്ത് പോകാം. ഇവിടെ താഴെ കൂടെ ഒരു റോഡുണ്ട്. മേളിൽ ഒരു നനയ്ക്കേണ്ട കല്ലുണ്ട്. പിന്നെ അതൊന്നും ചിന്നു നനയ്ക്കാത്തത് കൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ നമുക്കിപ്പം പരിചയക്കാരെയൊക്കെ ആയി വരുന്നു. പിന്നെ ഇവിടെ അത് മറ്റൊരു ഫർഗോള എന്നല്ലേ എൻ്റെ പേര്. ശരി, അതുകൊണ്ട് തന്നെ അവിടെ 2nd ഫ്ലോറിൽ, അതായത് 1st ഫ്ലോറിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ മറ്റേ ഷട്ടർ വാഷിംഗ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല, സെറ്റായില്ല. തുണിയൊക്കെ വിരിച്ചു കേട്ടോ. ഇവിടെ പിന്നെ പലയിടത്തും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിനി ചെയ്യേണ്ടി വരും. അവർ ആൾറെഡി ഇനിയിപ്പം 1 വർഷം കഴിഞ്ഞ് മെയിൻ്റനൻസിനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ വൃത്തിയിടായി പോകും. അല്ലെങ്കിൽ സെയിം കളർ അടിച്ച് ക്ലിയർ ചെയ്യാം. പക്ഷേ നമ്മളത് കാണിച്ചു കൊടുത്തു. ഇപ്പം ഇവിടെ ആരും താമസമൊന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ തന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വെറുതെ കിടക്കുക. ഇവിടെ മൊത്തം തുണി ആരുടെ ഇടല് തന്നെ, അത് വെറുതെ കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ പോടാം സുട്ടു. അമ്പ് പോയി കേട്ടോ രാവിലെ സ്കൂളിൽ. സുട്ടുവിനെ ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവിടാൻ പോകണം. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. പവർ കട്ടല്ല, വൈദ്യുതി നിയന്ത്രണമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം വരുന്ന ബെഡ്റൂം. ഇപ്പം ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ അലമാര ഇവിടുത്തതായിട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം അവർ എടുത്തോളം മീൻസ് ഉപയോഗിച്ചോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ എടുത്തത്. അത് മാത്രമല്ല, ഇത് ഇവിടെ നിന്ന് മാറ്റാൻ ഭയങ്കര പാടാണ്, ഭയങ്കര വെയിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എൻ്റെ ഡ്രസ്സും ഇവിടെ ചിന്നുവിൻ്റെ ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്തു. സാധനങ്ങളൊക്കെ സ്ഥലം ഉണ്ടല്ലോ. മേളിലൊക്കെ ഇതാ കാലിയ എല്ലാം കൂടെ മേളിൽ കയറ്റി. അവരുടെ സാധനങ്ങളൊക്കെ വരും, നമ്മളെല്ലാം മേളിൽ കയറ്റി. ഇവിടെ പിന്നെ ജനൽ അങ്ങനെ തുറന്നിടാറില്ല. ഇന്ന് രാവിലെ കുറച്ച് നേരം തുറന്നിട്ടത്. പിന്നെ ഇതാ ഹാളിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സോഫ ഇവിടെ കിടന്നു. പിന്നെ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രിഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ അടുത്തുനിന്ന് തന്നെ കിട്ടിയത്. അതിപ്പോൾ നല്ലതായിട്ട് ഒരു ദിവസം വന്നാൽ തന്നെ നടക്കുള്ളൂ. ഇതൊക്കെ ഈ പോയിന്റ് ഒന്നും വർക്കാവുന്നില്ല. അല്ലെങ്കിൽ ആ ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ കറണ്ട് ഇല്ലാത്തതാണ് ലൈറ്റ് എത്താത്തത്.
സുട്ടു ഓടി വരണോ? ഇങ്ങനെ ഇതാക്കുമ്പോൾ മാത്രമേ വരുള്ളൂ കഴിക്കാൻ നമ്മൾ. പിന്നെ ഇവിടെ ഒന്നെങ്കിൽ കടയിൽ തന്നെ ആയിരിക്കും ഉച്ചയ്ക്ക് ചോറ്. ചിന്റെ കിച്ചൻ കാണിച്ചോളൂ. കിച്ചൻ ഇച്ചിരി ചെറുതാണ് കേട്ടോ. അതിപ്പോ എനിക്ക് പെരുമാറാൻ മാത്രമേ ഉള്ളൂ. ചോറൊക്കെ എടുത്ത് വെക്കായിരുന്നു. അതിൻ്റെ ഒരു അലങ്കോല പരിപാടിയില്ല. ഇതാണ് എൻ്റെ കിച്ചൺ വരുന്നത്. പിന്നെ ഇവിടെ നോക്കണുണ്ട്. പിന്നെ ഇപ്പം മറ്റേ കർക്കിടകമായതുകൊണ്ട് എന്താണെന്ന് ശിവോതിയത വെച്ച് വെച്ചിരിക്കുക. ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഇവിടെയാണ്. ഇവിടെ അല്ല കത്തിച്ച് ഇവിടെ വയ്ക്കുന്നു. ഇല്ല ഇവിടെ തന്നെ കത്തിച്ച് വയ്ക്കണേ. അല്ല ചിൻ്റെ മെഷീൻ ഇത് അനാഥമായി ഇവിടെ ഇരിപ്പുണ്ട്. ഫ്രണ്ട് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഷീറ്റിനെയൊക്കെ ഞാൻ മാറ്റി കെട്ടിയിട്ട് ഇങ്ങനെയാണ് തിരിച്ചാണ് കെട്ടിയിരുന്നത്. അപ്പോൾ പിന്നെ നൂത്ത് അങ്ങോട്ടിട്ട് അതാകുമ്പോൾ ഇവിടെ ഇച്ചിരി വെളിച്ചം കിട്ടും. ഇങ്ങനെ ഇട്ടപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു വൃത്തികേടുണ്ട്. കുറച്ചുകൂടെ നീറ്റായി കെട്ടാറുണ്ട്. ഞാൻ ഇപ്പം മഴയുണ്ടെന്നെങ്കിലും മഴയുണ്ട് എന്തായാലും നനയും. അപ്പോൾ തൽക്കാലത്തേക്ക് നനയാതിരിക്കുക എന്ന് മാത്രമാണ് ചെയ്തത്. പിന്നെ നമ്മളത് കുറച്ച് ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂബൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടു ക്യാനൊക്കെ കൊണ്ടുപോകണം. എന്താ തെങ്ങ. പിന്നെ ബാക്ക് സൈഡിലോട്ട് വേറെ ഒന്നുമില്ല. ഇവിടെ ഞാൻ പിന്നെ ഒരു മീനിടാനുള്ള ഒരു കുളമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മീൻ കൊണ്ട് ഇട്ടാൽ മതി. ആ ബാത്റൂം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിനകത്ത് വിറകാണ്. വണ്ടി വെച്ചു. ഇതിലോട്ട് വേറെ ഒന്നുമില്ല. ഒരു കോഴിക്കൂടെ ഉണ്ട്. കോഴിയൊക്കെ അങ്ങനെ വാങ്ങി വിടാം. പിന്നെ നോക്കുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ അവർ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വന്നപ്പോൾ ഫുള്ള് കാടായിരുന്നു. ഇതൊക്കെ അവർ ഇടയ്ക്ക് ക്ലീൻ ചെയ്തപ്പോൾ ആണെന്ന് നീറ്റായത്. ഓ അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് ഷോപ്പിലോട്ട് പോകാം. ഓക്കെ. ഷോപ്പിൽ ആൾറെഡി കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ചാലയിൽ പോയിട്ട് വന്നപ്പോൾ ലൈറ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. ഫുള്ള് യെല്ലോ ആണ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഗ്രീനും പിന്നെ കത്തിയാണ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇട്ട് നോക്കാം. നമ്മളെ ഷോപ്പിൽ കുറച്ച് ലൈറ്റിൻ്റെ വർക്കും കൂടെ ഉണ്ട്. ലൈറ്റ് എല്ലാം ഫൈനൽ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കൂടെ ഇടുക. റോഡിൽ രണ്ട് ബോർഡ് വെച്ച് അതിനിടയ്ക്ക് 2 ബോർഡുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല. കുറച്ച് വർക്ക് ഇനി എന്ത് വർക്ക് ഒന്നുകൂടെ ചെയ്യണം. നമ്മളിവിടെ ഇവിടെ അടുത്ത് തന്നെ ഒരു സലൂണുണ്ട്. അതിനുള്ള ഷോപ്പിലൂടെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത്. അനുവേട്ടനാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ചാലയിൽ നിന്ന് കുറച്ച് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ കത്താൻ എന്തോ ഒരു പ്രയാസം പോലെ. എടുത്ത് കൊടുക്കുമ്പോൾ കത്തുന്നൊരിടത്ത് കത്തും. അതിന് ഇതിന് കണക്ഷൻ ഉണ്ടാ? ഇത് അവിടെ കൊടുത്തപ്പോൾ ഉണ്ടാ കത്തി. പക്ഷെ ഇവിടെ കൊടുത്തപ്പോൾ കത്തുന്നില്ല. അവിടെ ഓൾറെഡി പച്ചയല്ലേ. ഞാൻ പറഞ്ഞു അവിടെ മഞ്ഞ വരെ. ആ ചെടിച്ചട്ടി മറ്റേലെടുത്ത് വെക്ക്. അല്ല മറ്റേ ഇവിടെ ചെറുത് മറ്റേ ഇത് കരിക്കിൻ്റെ പാത്രമില്ലേ. എന്ത് സാധനം? ആ മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ വെക്കേണ്ട സാധനം എന്തെങ്കിലുമായിരിക്കുന്നു. നമ്മൾക്ക് വേറെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. നമുക്ക് കട തോതോ ആ മറ്റേ എന്തായാലും പഞ്ചർ ഒട്ടിക്കുന്ന എയർ ചെക്ക് ചെയ്യുന്ന അത് മുതൽ ഇതുവരെ നമ്മളൊന്ന് എടുത്താലോ എന്നിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിക്കട്ടെ. സെറ്റായി. രാത്രി അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കണക്ട് ചെയ്ത് ഇങ്ങോട്ടുള്ളത് കത്തിക്കാനുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ ഒറ്റ കണക്ഷനിലാണ് പിടിച്ചു കൊടുത്തത്. എല്ലാത്തിനും ഡയറക്റ്റ് കണക്ഷൻ പിടിച്ചു കൊടുത്താലേ ബ്രൈറ്റ്നെസ് കിട്ടുള്ളൂ ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനുണ്ട്. കണ്ടോ, ഇവിടെ മാറ്റി കൊടുക്കാനുണ്ട്. ഇത് കത്തി ഞാനിപ്പോൾ വിളിച്ചിട്ടൊന്ന് കൊടുത്തതെല്ലാം ഡയറക്റ്റ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ബ്രൈറ്റ്നെസ് പറഞ്ഞത്. ഇപ്പം നല്ല ബ്രൈറ്റ്നെസ്സായി. എല്ലാം ഡയറക്റ്റ് മാറ്റി കൊടുത്തു. പക്ഷെ കുറച്ചുകൂടെ ഇരുട്ടിയാലേ വിളിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ. വേണ്ട ഇരുട്ടിയിട്ടൊന്നുകൂടെ കാണിച്ചു തരാം. ഇനി 1-2 ഈ ലൈറ്റ് കൂടെ കൊടുക്കാം. ലൈറ്റിൻ്റെ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞു. പക്ഷെ രാത്രി അറിയാൻ പറ്റുന്നുള്ളതാണ് വേറെ കാര്യം. പിന്നെ അത് അനുവേട്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് 2 മിന്നുന്നുണ്ട്. ഇതാ കണ്ടോ, ഒന്ന് അതാ ഗ്രീനും ബ്ലൂവും 2 ലൈറ്റും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ.
അതിപ്പോൾ എന്തിനാണ് ആ ചെറിയ ലൈറ്റ് അവിടെ കത്തിച്ചിരിക്കുന്നത്? ഇതെന്തായാലും രാത്രി അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ചെറുങ്ങനെ ഗ്രീൻ മാത്രം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ ചെടീൻ്റെ അവിടെ ഗ്രീൻ വെച്ച്, ഇവിടെ എല്ലാം യെല്ലോ. ഞാൻ ബോർഡും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. ഇത് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് ഈ ബോർഡ് ഇതിന് റോഡിൻ്റെ അങ്ങോട്ട് വെക്കണം. പിന്നെ അകത്ത് ലൈറ്റ് കാണിച്ചത് നൈറ്റ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇപ്പം മൊത്തത്തിലൊന്ന് കളർഫുള്ളായി. ഇവിടെ ലൈറ്റ് ആഡ് ചെയ്തു. നൈറ്റ് വിഷ്വലൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇനി മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോർഡാണ് കേട്ടോ. റോഡ് ഇവിടെ ഒരു ലൈറ്റ് ബോർഡ് വരും, റോഡിലൊരു ലൈറ്റ് ബോർഡ് ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ഓണം ഓഫറൊക്കെ ഇട്ട് ഒരു വീഡിയോ ഇറക്കണം, അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അത് അതിനിടയ്ക്ക് ഒരു 2 റോസയൊക്കെ വാങ്ങിച്ച് വെച്ച് കുറച്ച് മീനുകളൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. അത് 2 ദിവസം കിടക്കട്ടെ. കുറച്ച് മീനുകളൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഈ മീൻ ചത്തെന്ന് തോന്നുന്നു. കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നു. ഇവിടെ ഇതിൻ്റെ താഴെ ഇന്നലെ വാങ്ങിച്ചിട്ടാണെന്ന് തോന്നുന്നു കൈസ്. അത് ചത്ത് കേട്ടോ. വെള്ളം ചത്തുപോയി. സെറ്റാവുന്നതുവരെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് കൂടുതലായി പോയോ എന്നൊരു സംശയം. രണ്ടെണ്ണം പിടിച്ച് വീട്ടിൽ കൊണ്ടിടാം. വൈറ്റ് ഒന്നോ അവിടെ? ആ ഉണ്ട് അവിടെ ഉണ്ട്. വൈറ്റിൻ്റെ നിറം മാറിയേ ഇപ്പം. ഇന്നലെ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരുമാതിരി മാനത്ത് എണ്ണി പോലെയായി ഇപ്പം. ഓ ഇവിടെ ബാക്കിലൊരു ലൈറ്റിൻ്റെ ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറെ സ്പോട്ട് ലൈറ്റ് കൂടെ ഞാൻ ഇവിടെ കൊടുത്തതുപോലെ ഒരെണ്ണം കൂടെ അവിടെ ആഡ് ചെയ്യാം. ഇതുപോലത്തെ കത്തിയാണ് എനിക്ക്. അതുപോലെ ആഡ് ചെയ്യാം. അത് ഇനി വാങ്ങണം കേട്ടോ. ഇന്ന് പറ്റുമെങ്കിൽ വാങ്ങണം ഒരെണ്ണം. ഓക്കെ, അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടെന്ന് പറയുക. ബാക്കി വിശേഷങ്ങളൊക്കെ വീണ്ടും കാണാം. ബൈ.